ബീഹാർ രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അത് ഏതൊക്കെ തരം സൂചനകളാണ് നൽകാൻ പോകുന്നത്? ബീഹാർ വിധിയെഴുത്ത് ഒരു അസാധാരണമായ വിധിയെഴുത്താണോ എന്നുള്ളതാണ്. നമുക്കിപ്പം പിയാസുനിൽ കൂടി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നത്. പിയാസുനിൽ, ഗുഡ് ഈവനിങ് പിയാസുനിൽ. ഡൽഹിയിൽ വലിയ ആഘോഷമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. കോൺഗ്രസിനെ ടാഗ് ചെയ്തിരിക്കുന്നത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് MMC എന്നാണ്. മാത്രമല്ല അടുത്ത പ്ലാൻ കേരളമാണ്, പുതുച്ചേരിയാണ്, തമിഴ്നാടാണ്, പശ്ചിമ ബംഗാളാണെന്ന് പറഞ്ഞു. ബീഹാർ കൊടുത്ത ആവേശത്തിലാണ്. അസാധാരണമായ വിജയമാണോ ബീഹാർ? ഉറപ്പായും അസാധാരണമായ വിജയം തന്നെയാണ്. നമുക്കറിയാം 1977 തെരഞ്ഞെടുപ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് കർപ്പൂരി ഠാക്കൂർ അന്ന് 214 സീറ്റ് ബീഹാറിൽ നേടുന്നത്. പിന്നീട് 200-ലധികം സീറ്റ് കടക്കുന്നത് 2010 തെരഞ്ഞെടുപ്പിലാണ്. അന്ന് ഇതേപോലെ നിതീഷ് കുമാറും BJPയും ഒന്നിച്ചു നിന്ന് BJP-JDU സഖ്യമാണ് അന്ന് 200-ലധികം സീറ്റ് അന്ന് നേടുന്നത്. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കാരണങ്ങളുണ്ടായിരുന്നു. കാരണം 77 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ വലിയ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ കാലമാണ്. അങ്ങനെയാണ് അന്ന് കോൺഗ്രസ് രാജ്യം മുഴുവൻ തകർന്നതിന്റെ ഭാഗമായി ബീഹാറിൽ തകരുന്നത്. അങ്ങനെ 214 സീറ്റിൽ കർപ്പൂരി ഠാക്കൂർ അവിടെ വിജയിക്കുന്നത്. 2010 നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജംഗിൾ രാജിനെതിരെയാണ്, അതായത് ലാലു പ്രസാദ് യാദവും തുടർന്ന് റാബ്രി ദേവിയും ഭരിച്ച ജംഗിൾ രാജ് എന്ന് ഇപ്പോഴും ആശങ്കയോടെ ബീഹാറിലെ ജനങ്ങൾ കാണുന്ന ആ കാലത്തിനെതിരെ നിതീഷ് കുമാർ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് 2010 BJP-JDU സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കിയത്, 200-ലധികം സീറ്റുകൾ നേടി വിജയിച്ചത്. ഇത്തവണ അങ്ങനെ ഒരു കാരണവുമില്ലാതെ നിതീഷ് കുമാർ മോദി സഖ്യം അല്ലെങ്കിൽ BJP-JDU സഖ്യം 203 സീറ്റിന്റെ ലീഡിൽ അല്ലെങ്കിൽ 203 സീറ്റ് നേടി ബീഹാറിൽ അധികാരത്തിൽ വരികയാണ്. ഇതൊരു അസാധാരണ വിജയം തന്നെയാണ്. ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, കഴിഞ്ഞ 20 വർഷം ബീഹാർ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കം ബീഹാറിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം, തൊഴിലില്ലായ്മ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അഗ്നിവീർ പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്കെതിരെ വലിയ സമരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ബീഹാർ. പക്ഷെ അതൊന്നും നിതീഷ് കുമാറിന്റെ ഈ പ്രതിച്ഛായയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിതീഷ് കുമാർ നൽകിയിട്ടുള്ള 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ട് വഴി നൽകിയതൊക്കെ തന്നെ ഒരു സ്വാധീനമായിട്ടുണ്ടാകാം. സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത്, യുവാക്കളെ സ്വാധീനിക്കുന്ന തരത്തിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലുകളും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ഈ വനിതകളും അതുപോലെ തന്നെ യുവാക്കളും ഇത്തവണ വലിയ തോതിൽ NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. നമുക്ക് ഏത് റീജിയണിലേക്ക് പോയാലും, ബീഹാറിലെ ഏത് റീജിയണിലേക്ക് പോയാലും മഹാസഖ്യത്തിൽ RJD ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും തകർന്നടിയുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സീമാഞ്ചൽ മേഖല, നേരത്തെ ജിമ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സീമാഞ്ചൽ മേഖലയിൽ 24 സീറ്റുണ്ട്. ആ 24 സീറ്റിൽ 14 സീറ്റിലാണ് NDA സഖ്യം വിജയിച്ചത്. അവിടെ MIM 5 സീറ്റ് നേടി, കോൺഗ്രസ് 4 സീറ്റ് നേടി. കഴിഞ്ഞ തവണ 7 സീറ്റാണ് കോൺഗ്രസിന് സീമാഞ്ചലിൽ കിട്ടിയത്. ഇനി ത്രിഹട്ട് എന്ന് പറയുന്ന മേഖലയിൽ 49 സീറ്റുണ്ട്. ആ 49 സീറ്റിൽ 45 NDA ആണ് വിജയിച്ചത്. അവിടെ 14 സീറ്റിലാണ് മഹാഗഠബന്ധൻ വിജയിച്ചിട്ടുള്ളത്. ഇനി 4 സീറ്റിൽ കഴിഞ്ഞ തവണ 14 സീറ്റ് കിട്ടിയെടുത്ത് 4 സീറ്റ് ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. ഇനി മഗധ് റീജിയനിലേക്ക് പോയാൽ അവിടെ ആകെ 47 സീറ്റുണ്ട്. ആ 14 സീറ്റ് കുറഞ്ഞു, 4 സീറ്റേ കിട്ടിയുള്ളൂ. മഗധ് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ 47 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 37 സീറ്റ് NDA പിടിച്ചു. മഹാസഖ്യത്തിന് കിട്ടിയത് 10 സീറ്റ്, 20 സീറ്റ് അവിടെ മഹാസഖ്യത്തിന് കുറഞ്ഞു. അപ്പോൾ അതുപോലെ ഭോജ്പൂരിലേക്ക് വന്നാൽ ആകെ 46 സീറ്റുണ്ട്. അവിടെ 39 സീറ്റാണ് NDA പിടിച്ചത്, 6 സീറ്റാണ് മഹാഗഠബന്ധന് കിട്ടിയത്. അവിടെ 28 സീറ്റ് കുറഞ്ഞു. നോക്കൂ, എല്ലാ സമവാക്യങ്ങളും തെറ്റി. ഈ സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം വോട്ടുകളിൽ 10% വോട്ട് ഇത്തവണ NDA പാളയത്തിലേക്ക് മറിഞ്ഞു എന്ന ഒരു അത്ഭുതകരമായ സാഹചര്യമാണുള്ളത്. ഞാൻ ഇതിന്റെ ഒരു കാസ്റ്റ് ഇക്വേഷൻ പറയാം. അതായത് നമുക്കറിയാലോ, RJD എന്നത് എപ്പോഴും ഒരു യാദവ മുസ്ലിം വോട്ട് ഇങ്ങനെ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് നടന്ന പാർട്ടിയാണ്. അത് ഈ ഒരു വോട്ട് കണ്ടാണ് RJD എന്ന പാർട്ടി തന്നെ ഉണ്ടാകുന്നത്. അത് പിന്നീട് 90-കൾ മുതൽ ലാലു പ്രസാദ് യാദവ് കുറെ കാലം കൊണ്ടു നടന്നു. ആ വോട്ട് കരുത്തിൽ റാബ്രി ദേവിയിലൂടെ അത് കുറെ കാലം കൊണ്ടു നടന്നു.
പിന്നീട് റാബ്രി ദേവി എനിക്ക് തോന്നുന്നു 2010 വലിയ തകർച്ച ഈ ഒരു വോട്ട് ബാങ്കിൽ ഉണ്ടായത്. പക്ഷെ തേജസ്വി യാദവിലൂടെ അത് 2020 തിരിച്ചു പിടിച്ചു. പക്ഷെ ഒരു ജാതി സമവാക്യങ്ങൾ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും അത് തകിടം മറിഞ്ഞിട്ടുണ്ട്. ഇതില് യാദവ വോട്ടുകൾക്ക് സ്വാധീനമുള്ള 127 മണ്ഡലമുണ്ട് ബീഹാറിൽ. 127 മണ്ഡലം. അതിൽ 101 BJP വിജയിച്ചു, NDA വിജയിച്ചു. ആകെ RJDക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് 21 സീറ്റിൽ മാത്രം. ഇനി ഈ മുസ്ലിം മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുള്ള 39 മണ്ഡലമുണ്ട്. അതിൽ NDA വിജയിച്ചിരിക്കുന്നത് 27 സീറ്റിലാണ്. അതായത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 39 മണ്ഡലങ്ങളിൽ 27 NDA വിജയിച്ചു. മഹാസഖ്യത്തിന് വിജയിക്കാനായത്, RJDക്കും കോൺഗ്രസിന് വിജയിക്കാനായത് 7 സീറ്റിൽ മാത്രം. ഇനി യാദവ മുസ്ലിം കോമ്പിനേഷൻ എടുക്കാം. അതാണല്ലോ RJDയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത്. 85 സീറ്റ് ഉണ്ട്. അങ്ങനെ യാദവ മുസ്ലിം കോമ്പിനേഷൻ വരുന്ന 85 സീറ്റ് ഉണ്ട് ബീഹാറിലാകെ. അതിൽ 69 NDA വിജയിച്ചു. ആകെ RJD കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയത് 11 സീറ്റ്. ഇനി കോൺഗ്രസിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ട് ബേസ് ആണല്ലോ ദളിത് വോട്ട് ബേസ് എന്ന് പറയുന്നത്. 69 സീറ്റിൽ ദളിത് വോട്ടുകൾക്ക് സ്വാധീനമുണ്ട്. NDA പിടിച്ചത് 60 സീറ്റ്. ആകെ കിട്ടിയത് 8 സീറ്റാണ് മഹാഗഡ്ബന്ധന്, കോൺഗ്രസിനും RJDക്കും ഒക്കെ തന്നെ. ഇനി EBC വിഭാഗത്തിൽ 141 സീറ്റുണ്ട്. NDA പിടിച്ചത് 123 സീറ്റ്. മഹാഗഡ്ബന്ധന് കിട്ടിയത് 16 സീറ്റ്. കുർമി ആകെ ചെറിയ ശതമാനമേ ഉള്ളൂ. പല മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 38 മണ്ഡലമുണ്ട്. ആ 38 മണ്ഡലങ്ങളിൽ 35 സീറ്റും NDA പിടിച്ചു. സമഗ്രാധിപത്യം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജാതി സമവാക്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം മുന്നേറിയത്. അപ്പോൾ ഇതുവരെ RJD കൊണ്ട് നടന്ന യാദവ് മുസ്ലിം സമവാക്യം തെറ്റി. കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന OBC ദളിത് വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ ഒക്കെ തന്നെ ആ ബേസും തകർന്നുപോയി. അതേസമയം മുസ്ലിം വോട്ട് ഇതുവരെ ഏതാണ്ട് 80-90% വോട്ട് RJDയും അതുപോലെ തന്നെ കോൺഗ്രസിനുമൊക്കെ കിട്ടിയിരുന്ന മുസ്ലിം വോട്ടിൽ വലിയൊരു ഭാഗം ഇത്തവണ JDUവിലേക്ക് പോയി എന്നുള്ളതാണ്. ഇനി സീമാഞ്ചൽ മേഖലയിൽ കുറച്ച് സീറ്റുകളിൽ MIM വോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് NDAയുടെ വിജയമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അത് അവിടെ 5 സീറ്റിൽ MIM വിജയിച്ചിട്ടുമുണ്ട്. ഏതായാലും ബീഹാറിൽ സംഭവിച്ചത് മഹാഗഡ്ബന്ധന്റെ ഈ തെരഞ്ഞെടുപ്പിനോട് കാണിച്ച ഒരു സീരിയസ് ഇല്ലായ്മയും ഒരു ഗൗരവമില്ലായ്മയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് ബീഹാറിൽ കണ്ട കാഴ്ച എന്നത് മഹാഗഡ്ബന്ധനകത്ത് തമ്മിലടിയായിരുന്നു. സീറ്റിനെ ചൊല്ലി തമ്മിലടി, സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിലടി, സ്ഥാനാർത്ഥിമാരെ ചൊല്ലി തമ്മിലടി. ഇവിടെ സീറ്റ് ചർച്ചയ്ക്ക് വന്ന കോൺഗ്രസിന്റെ നേതാക്കൾ ബീഹാറിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ അണികൾ അവരെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരെ ബീഹാറിലുണ്ടായി. ഒടുവിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിക്കുന്ന ദിവസം വരെ അടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴും പത്രിക പിൻവലിക്കാത്ത സാഹചര്യമായിരുന്നു. ഒടുവിൽ സൗഹൃദ മത്സരം, കേട്ടുകേൾവിയില്ലാത്ത സാഹചര്യം. രാഹുൽ ഗാന്ധി എന്നൊരു നേതാവ് 29-ാം തീയതിക്ക് ശേഷം ബീഹാറിൽ പോകുന്നത്. 6-ാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇത്രയേ ഗൗരവമേ രാഹുൽ ഗാന്ധി ബീഹാറിന്റെ കാര്യത്തിൽ കാട്ടിയിട്ടുള്ളൂ. 2020 എന്തൊക്കെ ആരോപണമാണോ രാഹുൽ ഗാന്ധി ബീഹാറിന്റെ കാര്യത്തിൽ കേട്ടത്, അതൊക്കെ ഇത്തവണയും സംഭവിച്ചു. രാഹുൽ ഗാന്ധി ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ. ബീഹാറിന്റെ കാര്യത്തിൽ ബീഹാറിൽ അത്ര ഗൗരവമേ കോൺഗ്രസ് കാട്ടിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SIR ഉയർത്തി വലിയ പ്രതിപക്ഷ നീക്കമൊക്കെ തന്നെ നടത്തി, വലിയ വോട്ടർ അധികാർ യാത്രയൊക്കെ തന്നെ നടത്തി. കോൺഗ്രസ് ചില തെളിവുകളൊക്കെ തന്നെ പുറത്തുവിടാൻ ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഇനി പറയാം. പക്ഷേ ഇതിനെ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കണം. ഏതായാലും രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്ത് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെയും RJDയുടെയും വലിയ തകർച്ചയാണ്. അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ ഇനി ഉണർന്നു നീക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ 2014 ശേഷം ഇന്ന് BJPയുടെ IT സെൽ കൺവീനർ അമിത് മാളവ്യ പറഞ്ഞത് 95 തെരഞ്ഞെടുപ്പുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരാജയം മാത്രമാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അപ്പോൾ എല്ലാ വോട്ട് സമവാക്യങ്ങളും എല്ലാ കെമിസ്ട്രിയും പാളുകയാണ്. അപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ കൊണ്ടുവരാനും കൂടുതൽ ഈ ബീഹാർ പോലുള്ള സ്ഥലത്തൊക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാനും ഒക്കെ കോൺഗ്രസ് തയ്യാറാകണം. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണം. അല്ലാതെ ഒരു വിസിറ്ററെ പോലെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി ബീഹാറിലും അവിടെ ഇവിടെയും പോയിട്ട് കാര്യമില്ല എന്നർത്ഥം. Meet the editors.